ഗൾഫ് സ്വർഗമാണെന്ന മിഥ്യാധാരണ പൊളിച്ചെഴുതുകയാണ് ആശ തന്റെ നോവലിലൂടെ ചെയ്യുന്നത്. ഇത് വെറും ഭാവനയോ കേട്ടെഴുത്തോ അല്ല, കൺമുമ്പിൽ കണ്ട ചുട്ടുപൊള്ളുന്ന കാഴ്ചകൾ. ഗൾഫിലേക്ക് പോകുന്ന രണ്ടുപേർക്ക് അവിടെ നേരിടേണ്ടി വരുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളും അവർ തിരികെ എത്തുമ്പോഴുള്ള വീടുകളിലെ അവസ്ഥകളുമാണ് നോവലിലൂടെ വ്യക്തമാക്കുന്നത്. ഒരു ജീവിതകാലം മുഴുവൻ ഗൾഫിൽ പണിയെടുത്ത് പണം സമ്പാദിച്ചാലും ആത്യന്തികമായി ഒരുവനും ഒന്നും നേടുന്നില്ല എന്ന സന്ദേശവും ആശ തന്റെ ഇംഗ്ലീഷ് നോവലിലൂടെ വായനക്കാർക്ക് പകർന്നു നൽകുന്നു. ഒട്ടുമിക്ക ആൾക്കാർക്കും അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഹോമിക്കപ്പെടുകയാണ്. അതിൽ പണമുണ്ടാക്കുന്ന ഒരു തിരക്കിനിടയ്ക്ക് കുടുംബജീവിതം ഇല്ലാതാവുന്നു. കുടുംബത്തിൽ നിന്ന് വേർപെട്ട് കഴിയുന്ന കാരണം കുട്ടികളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നു. അവരവിടെ മാനസികമായി ഒരുപാട് അനുഭവിക്കുന്നു. ഇതൊന്നും എല്ലാവർക്കും അറിയുന്നില്ല, ജനങ്ങൾക്ക് അറിയുന്നില്ല. എല്ലാവരും കാണുന്നത് ഇവിടുന്ന് പോയി കുറേ പൈസ ഉണ്ടാക്കി വലിയ ബംഗ്ലാവ് ഉണ്ടായി ഒരു കാർ മേടിച്ചു എന്നുള്ളത് മാത്രമാണ്. മുംബൈ ആസ്ഥാനമായുള്ള ഫ്രോഗ് ബുക്സ് ആണ് നോവൽ പുറത്തിറക്കിയിരിക്കുന്നത്. ആശയുടെ ചെറുകഥകളുടെ സമാഹാരവും പ്രസിദ്ധീകരണത്തിനായി തയ്യാറായി കഴിഞ്ഞു. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും MCJ പാസ്സായ ആശ 2.5 വർഷത്തോളം കോയമ്പത്തൂരിലും മുംബൈയിലും പബ്ലിക് റിലേഷൻ എക്സിക്യൂട്ടീവായി ജോലി ചെയ്തിരുന്നു. വിവാഹത്തിന് ശേഷം ഗൾഫിലേക്ക് മടങ്ങിയ ആശ ഫ്രീലാൻസ് ജേർണലിസ്റ്റായി വർക്ക് ചെയ്തെങ്കിലും ഇപ്പോൾ മുഴുവൻ സമയം വായനയ്ക്കും എഴുത്തിനുമായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഭർത്താവ് വിമൽ കുമാറിനൊപ്പം UAE-യിലെ ഫുജറയിലാണ് താമസം. മനോരമ ന്യൂസ്, പാലക്കാട്.